സഞ്ജുവും പന്തുമാണെന്ന് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ രാജസ്ഥാൻ തോറ്റിരിക്കുകയാണ്. രാജസ്ഥാൻ തോറ്റെന്ന് പറയാൻ സാധിക്കില്ല. അമ്പയർ രാജസ്ഥാനെ ചതിയിലൂടെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സഞ്ജുവിൻ്റേതിന്ന് ഔട്ടല്ലായിരുന്നു. TV സ്ക്രീനിൽ വ്യക്തമായിട്ട് ബൗണ്ടറി ലൈനിൽ കാല് തട്ടുന്നത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അമ്പയർ അത് ഔട്ട് കൊടുത്തു. സഞ്ജുവിൻ്റെ 6 നിഷേധിച്ചു. ഇപ്പോഴത്തെ ഇന്ന് കളി ജയിച്ച ശേഷം ഋഷഭ് പന്ത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഋഷഭ് പന്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിതിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കില്ല. സഞ്ജുവിൻ്റേത് ഒരു പക്ഷേ ഔട്ടായിരിക്കാം, അല്ലെങ്കിൽ 6 ആയിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അമ്പയറുടെ തീരുമാനമായിരിക്കും അന്തിമം. അതാണ് IPL നിയമം. ഞങ്ങൾ ഇന്ന് മികച്ച കളി കളിച്ചിട്ടാണ് ജയിച്ചിരിക്കുന്നത്. 221 റൺസ് ഞങ്ങൾ അടിച്ചുകൂട്ടി. ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിജയമാണ്. അമ്പയറുടെ തീരുമാനങ്ങൾ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ഫീൽഡേഴ്സ് മികച്ച രീതിയിലാണ് ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്തത്. ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടില്ല. ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് ജീവന്മാരുടെ പോരാട്ടമായിരുന്നു. ഇന്ന് ഞങ്ങൾ തോറ്റാൽ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് കളിച്ചത്. അതിൻ്റെ റിസൾട്ടാണ് ഇന്നത്തെ വിജയം. രാജസ്ഥാൻ ടീമിലെ സഞ്ജുവും ഇന്ന് മികച്ച കളി പുറത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ മാച്ചിൽ ക്രെഡിറ്റ് സഞ്ജുവിനുമുള്ളതാണ്. സഞ്ജുവിൻ്റെ ഔട്ടിനെ പറ്റി എന്നോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അമ്പയറാണ് തീരുമാനമെടുക്കുന്നതെന്ന് ഋഷഭ് പന്ത് വ്യക്തമാക്കി. ശരിക്കും സഞ്ജുവിൻ്റേതിന്ന് ഔട്ടല്ലായിരുന്നു, അത് 6 ആയിരുന്നു. പക്ഷേ അമ്പയർ ഡൽഹി ടീമിൻ്റെ ഭാഗത്ത് നിന്നു. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ തോറ്റിരിക്കുകയാണ്. എങ്കിലും ഋഷഭ് പന്ത് അടക്കം എല്ലാ താരങ്ങൾക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്യുന്നത് TV സ്ക്രീനിൽ വ്യക്തമായിട്ട് എല്ലാവരും കണ്ടതാണ്. എന്നിട്ടും അമ്പയർ എന്തുകൊണ്ടാണ് അത് 6 കൊടുക്കാതെ ഔട്ട് കൊടുത്തത്? ഇതാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. അമ്പയർ ഒത്തുകളിച്ചിട്ടുണ്ടോ? സഞ്ജുവിൻ്റേത് ഇന്ന് 6 ആണോ ഔട്ടാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.